ഈസി കാർ വാഷിൻ്റെ ഒരു വാല്യുബിൾ കസ്റ്റമറായ കരവാളൂർ അനു ഫർണിച്ചറിലെ രജിച്ചേട്ടൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. രജിച്ചേട്ടനാണെങ്കിൽ ഈ കാണുന്ന 3 വാഹനങ്ങളും ഈ ഈസി കാർ വാഷ് കൊണ്ടാണ് കഴുകുന്നത്. എന്തായാലും നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. രജിച്ചേട്ടാ നമസ്കാരം. രജിച്ചേട്ടൻ ഈസി കാർ വാഷ് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം? ഈസി കാർ വാഷ് കുര്യൻ ജോർജ് സാറിൻ്റെ 6 മാസം മുമ്പ് വാങ്ങിച്ചതിന് ശേഷം എനിക്ക് കാർ കഴുകുന്നത് ഒരു പ്രശ്നമായി തോന്നുന്നില്ല. നേരത്തെ ജോലിക്കാരെ ആശ്രയിച്ച് വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്നു. ഇപ്പോൾ എനിക്ക് യാത്ര പോകുന്നതിന് 1 മണിക്കൂർ മുമ്പ് വേണമെങ്കിലും കഴുകാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ വണ്ടിയുടെ ടോപ്പിലെല്ലാം അഴുക്കെല്ലാം നീക്കി കളയാൻ സാധിക്കുന്നുണ്ട്. യാതൊരു വിധമായ പോറലും ഏക്കാതെ തന്നെ കഴുകാൻ സാധിക്കുന്നുണ്ട്. കുര്യൻ സാറിൻ്റെ പ്രൊഡക്റ്റ് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈസി കാർ വാഷ് എന്ന് പറഞ്ഞാൽ ഈസിയാണ്. ഞാൻ ഈ കുര്യൻ ഈസി കാർ വാഷിനെ കുറിച്ച് ഞാൻ അറിയാൻ ഇടയായി. അതിനുശേഷമാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. വാങ്ങിച്ചു കഴിഞ്ഞപ്പം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. നമ്മൾ കാർ കഴുകാൻ നേരത്തെയൊക്കെ ഹോസ് ഡയറക്റ്റ് ഇട്ട് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുനിഞ്ഞ് നിൽക്കുകയും കഴുകുകയും ഇതിൻ്റെ ടോപ്പൊക്കെ കഴുകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് കഴുകാൻ സാധിക്കുന്നുണ്ട്, വളരെ എളുപ്പം കഴുകാൻ സാധിക്കുന്നുണ്ട്. വണ്ടിക്കകത്ത് സ്ക്രാച്ച് വീഴത്തില്ല. ഞാൻ ഒരു 6 മാസമായിട്ട് ഈ സാധനം നമ്മുടെ തേക്കാട്ടിൽ കുര്യൻ സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് വളരെ കംഫോർട്ടബിളാണ്. ഞാൻ കാറ് അടിഭാഗം കഴിയേണ്ടപ്പോൾ മാത്രമേ സർവീസ് സ്റ്റേഷനിൽ കയറ്റാറുള്ളൂ. അല്ലാത്ത സമയത്ത് വീട്ടിൽ തന്നെ കഴുകി ഞാൻ ഉപയോഗിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ ഒരു ഈസി കാർ വാഷ് മെയ്ഡ് ഇൻ അഞ്ചലാണ്. അതായത് നമ്മുടെ കുര്യൻ സാറിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഇപ്പോൾ ഇത്രയും വില കൂടിയ ഈ കാറുകൾ ഈ ഒരു ഈസി വാഷ് കൊണ്ട് നിഷ്പ്രയാസം നമുക്ക് ഇത് കഴുകി വൃത്തിയാക്കാൻ പറ്റും. ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. ഇപ്പോൾ ഈ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ കാറുകൾ ഒരു പോറൽ പോലും ഇല്ലാതെ, കറണ്ടിൻ്റെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് ഈ പേറ്റൻറ്റ് തന്നത് 4 കണ്ടീഷൻസ് മറ്റുള്ള കാർ വാഷേഴ്സിന് ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് എൻ്റെ പ്രിൻസിപ്പിൾ സോപ്പ് ഇടുകയോ പവർ വാട്ടർ കൊടുത്തൊന്നും കഴിയാൻ ശരിയാകത്തില്ല, ശരിയായിട്ട് അഴുക്ക് പോകത്തില്ല, കൈ കൊണ്ട് പിന്നെയും ചെയ്യേണ്ടതായിട്ട് വരും. ഒരു അഡ്വാൻറ്റേജും ഇല്ല. കാശ് ഒരുപാടാകും, ഒരുപാട് വെള്ളം പോവും, വൈദ്യുതി ഉപയോഗിക്കണം. ഇതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മാനുവലായിട്ട് ചെയ്യാവുന്നതാണിത്. ഈ പവർ വാട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും വളരെ വേഗത്തിൽ ചെയ്യാം. വെള്ളം വളരെ കുറച്ച് 10-20 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ഏത് വലിയ വണ്ടി കഴുകാം. പിന്നെ ഒരു ചെറിയ എക്സസൈസുമാണിത്. ഇത് 950 ഗ്രാം ഇതിന് വെയിറ്റ് ഉള്ളൂ. ഈ സാധനം നമ്മുടെ അടുത്ത് അങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഷോൾഡർ പെയിൻ ഉള്ളവർക്കൊക്കെ നല്ലൊരു മൈൽഡ് എക്സസൈസുകളാണിത്. വാട്ടർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വാൽവുണ്ട്. അവിടുത്തെ വാൽവ് വന്നതിന് ശേഷം ഇവിടം വരെ വെള്ളം നല്ല പ്രഷർ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത്, ആദ്യമായിട്ട് കാർ കഴുകണമെങ്കിൽ നന്നായിട്ട് കുതുക്കണം. ഇതിനകത്ത് ഫുൾ പ്രഷറിൽ ഇട്ടുകൊണ്ട് വാൽവ് ഫുള്ളായിട്ട് തുറന്നു കഴിഞ്ഞിട്ട് വെള്ളം ശക്തിയായിട്ട് ജെറ്റായിട്ട് വരും. അത് മേളിൽ നിന്ന് പിടിക്കാതെ 4-5 സെക്കൻഡ് പിടിച്ചാൽ മതി. പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ടോപ്പും നനയും, സൈഡിലേക്ക് അത് ഒലിച്ചിറങ്ങി അതും നനയും. എന്നിട്ട് ആ വെള്ളം അടുത്തായിട്ട് ബ്രഷ് ചെയ്യുകയാണ് വേണ്ടത്. ഓരോ സൈഡും പ്രത്യേകം ബ്രഷ് ചെയ്തിട്ട് അപ്പോൾ തന്നെ റിൻസ് ചെയ്യണം, വാഷ് ചെയ്യോടെ വേണം. അല്ലാതെ പിന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന് ഈ സ്റ്റെയിൻസ് കിടക്കും. സ്റ്റെയിൻസ് ഇല്ലാതെ നല്ലതായിട്ട് കിടക്കണമെങ്കിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റിൻസ് ചെയ്യുക. പിന്നെ അവിടെ ബോഡിയിലിരിക്കുന്ന വെള്ളം വെച്ചാൽ ശുദ്ധമായ വെള്ളമാണ്. അത് ഉണങ്ങിയെന്ന് വിചാരിച്ച് ഒരു സ്റ്റെയിനും കാണത്തില്ല, ഒരു പുള്ളിപ്പൊട്ടും ഒന്നും കാണില്ല. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ഞാൻ ചെയ്യുന്നത് ദയവായി ശ്രദ്ധിക്കുക. ആദ്യം ഈ ഹോസ് ശരിയാക്കി ഇട്ടു ഞാനിപ്പോൾ പിരിവില്ല, ഒന്നുമില്ല, എവിടെ വെച്ചാലും അത് നേരെ നിൽക്കും. അല്ലെങ്കിൽ അത് ഇങ്ങനെ ചുറ്റിപ്പോകുമ്പോൾ നാച്ചുറലി നിങ്ങൾക്ക് അസൗകര്യം ഉണ്ടാകും, കൈക്ക് സ്ട്രെയിൻ ഉണ്ടാകും. അതിൻ്റെ ഒരു മൂല മാത്രമേ കൊള്ളത്തുള്ളൂ. ആദ്യം ചെയ്യേണ്ടത് ടോപ്പാണ് ആദ്യം കഴുകേണ്ടത്. കാരണം ടോപ്പ് അവസാനം കഴിയാമെന്ന് കഴിഞ്ഞാൽ ഈ ടോപ്പിലെ വെള്ളമെല്ലാം കൂടെ അഴുക്കെല്ലാം കൂടെ ഇറങ്ങിയിട്ട് സൈഡ് ക്ലീൻ ചെയ്തിട്ട് വീഴും. അതുകൊണ്ട് മുകളിൽ നിന്ന് താഴോട്ട് വേണം കഴുകാനായിട്ട്. ആദ്യം ചെയ്യുന്നത് കണ്ടോ, ഇത്രയും മാത്രമേ ഉള്ളൂ ആദ്യം തോപ്പിക്കുന്നത്. ഈ ടോപ്പിലെ വെള്ളം തന്നെ അതാണ്ട് സൈഡിലേക്കൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് ടോപ്പ് ബ്രഷ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത്, ഈ ഹോസ് ഒരിക്കലും വണ്ടിയോട് ചേർത്തെടുക്കരുത്. ഇതുപോലൊരു 3 അടിയിലും വിട്ട് കിടക്കണം. കാരണം നമ്മൾ ഈ നടന്നു പോകുമ്പോൾ അതിനെ കയറി അത് ചവിട്ടും, തട്ടി വീഴാം ചിലപ്പോൾ. അതുപോലെ തന്നെ ചവിട്ടി വെള്ളം വരുന്ന ഫ്ലോയിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതിപ്പം നമ്മൾ കുറച്ച് സമയം കൊടുക്കുകയാണ് ഒന്ന് കുതിരാൻ വേണ്ടി. അതായത് ഫസ്റ്റ് വെറ്റ്, ദെൻ സോക്ക്. അതിനൊരു 10-20 സെക്കൻഡ് കൊടുത്താൽ മതി. ആ സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഇത് കുതിരുന്ന് കഴിഞ്ഞാൽ വാൽവ് അങ്ങ് വളരെ കുറയ്ക്കണം. ഏറ്റവും നല്ല ശക്തി ഇതുപോലെ വെള്ളം വന്നത്, അതിൻ്റെ സ്ഥാനത്ത് ഞാൻ കുറയ്ക്കുക, ഇത്രയാകാവൂ. അപ്പോൾ വെള്ളം ഒത്തിരി ലാഭിക്കാൻ ദേഹത്ത് തെറിക്കത്തുമില്ല. എന്നിട്ട് ഒരടി വീതിയുള്ള ബ്രഷാണ്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് കഴുകി തീർക്കാൻ പറ്റും. കൂടുതൽ അഴുക്കുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം പിടിക്കേണ്ടതായിട്ട് ഒരു ഇത്രയേ ഉള്ളൂ.
ഈ ഏരിയൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചാൽ മതി, കംപ്ലീറ്റ് അത് വൃത്തിയായി. ഇത് പകുതി വരെ എടുക്കുന്നുള്ളൂ, പകുതി അപ്പുറത്ത് നിന്ന് കഴുകാൻ പറ്റുള്ളൂ. എല്ലാ അഴുക്കും പോയി കഴിഞ്ഞു. അപ്പോൾ ടോപ്പ് എന്ന് പറയുന്നത് ബോണറ്റിൻ്റെ ടോപ്പ്, ഹുഡ്, 2 വിൻ ഗ്ലാസുകളും, എന്നിട്ട് ഡിക്കിയുടെ ടോപ്പ്, ഇത്രയും ബ്രഷും ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ അഴുക്കെടുത്ത് കളയണം. ഫുള്ളായിട്ട് തുറക്കുക. ഏറ്റവും ഉയരമുള്ള ഭാഗം ആദ്യം വെള്ളം ഒഴിക്കുക. ആ ഒരു സൈഡ് കഴിഞ്ഞു. ഇനി അവിടെ തൊഴുക പോലും വേണ്ട. ബ്രഷ് ചെയ്തു, റിൻസും ചെയ്തു. അല്ലാതെ അത് പിന്നെ പിന്നീട് കഴുകാമെന്ന് വെച്ചാൽ ഉണങ്ങി കഴിഞ്ഞാൽ സ്റ്റെയിൻസ് പോകത്തില്ല. ഇനി അടുത്ത സൈഡ്, ഈ ഒരു സൈഡ് മാത്രം ചെയ്യുന്നു. ഓരോ സൈഡും ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വെള്ളം കൊണ്ട് റിൻസ് ചെയ്യണം, അല്ലെങ്കിൽ വാഷ് ചെയ്യണം. അതിന് റിൻസ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് തുറക്കണം, ബ്രഷ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് 4 തുറന്നാൽ മതി. അപ്പോൾ ഇതിന് സൈഡ് കഴുകുന്ന കാണിക്കുക. മറ്റൊരു പ്രധാന കാര്യം ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, അതായത് ഈ ബ്രഷ് ചെയ്യുന്ന സമയത്ത് വളരെ അമക്കി പിടിച്ച് ബ്രഷ് ചെയ്യാൻ ഒരിക്കലും പാടില്ലാത്തതാണ്. അങ്ങനെ ചെയ്താൽ പ്രധാനമായിട്ട് ദോഷം വരുന്ന ആ ബ്രിസിൽസിനാണ്. അതായത് പല്ല് തേക്കുന്ന ടൂത്ത് ബ്രഷ് കൊണ്ട് വളരെ അമക്കി പല്ല് തേക്കുകയാണെങ്കിൽ അതിൻ്റെ ബ്രിസിൽസ് 4 വശത്തേക്കും വളഞ്ഞ് പിന്നെ അത് ഉപയോഗിക്കാനേ കൊള്ളത്തില്ല, ആ രീതിയിലാകും. അതുപോലെ ഈ ബ്രിസിൽസും വളരെയേറെ അമക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4 വശത്തേക്കും വളഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ കൊള്ളാതാകും. കൂടാതെ ഇത്രയും അമക്കി കഴുകുമ്പോൾ ഈ പൊടി ഇടയ്ക്കൂടെ ബ്രിസിൽസിൻ്റെ അറ്റം ഓർഡറാണ്. അതിന് പകരമായിട്ട് മൊത്തമായിട്ട് അതിനെ തള്ളി നീക്കുമ്പോൾ അതിൻ്റെ മുനയുള്ള ഭാഗങ്ങൾ പെയിൻറ്റിൽ മുട്ടിയിട്ട് പോറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അമക്കി തേക്കുന്ന ഒഴിവാക്കണം. എൻ്റെ പേര് ടോണി ജോണാണ്. ഞാൻ ഈ എസ്മാർട്ട് സൂപ്പർ മാർക്കറ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. കഴിഞ്ഞ 6 മാസം മുതൽ കൊണ്ട് ഞാൻ ഈ കുര്യൻ CC കാർ വാഷ് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായം ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ്. ബിക്കോസ് ഞാൻ എൻ്റെ കാറ് കഴുകുമ്പോൾ എനിക്ക് 1-2 കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒന്ന്, കുനിയണ്ട. രണ്ടാമത്തേത്, എനിക്ക് ഈ ടയറൊക്കെ കഴുകാൻ വളരെ ഈസിയാണ്. മറ്റേത് അതുപോലെ കാറിൻ്റെ റണ്ണിങ് ബോർഡ്, പിന്നെ ഫ്രണ്ടിലെ ഗ്രില്ല്. പിന്നെ രണ്ടാമത്തെ കാര്യം, സാധാരണ ഞാൻ ഈ കാറ് കഴുകുമ്പോൾ നമ്മൾ തുടയ്ക്കണമായിരുന്നു. തുടച്ചു കഴിഞ്ഞപ്പോൾ പലയിടത്തും പല വാട്ടർ സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുര്യൻ CC കാർ വാഷ് യൂസ് ചെയ്ത് പിന്നെ എനിക്ക് തുടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ വാട്ടർ മാർക്സ് ഇല്ല. കുറേ കസ്റ്റമേഴ്സ് ഡയറക്റ്റ് എൻ്റെ കടയിൽ നിന്ന് വന്ന് മേടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റി എസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് അഞ്ചലിലുണ്ട്. കൂടാതെ ഓൺലൈനിൽ വേണേലും നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് ഓർഡർ ചെയ്യാം. ഈ പ്രൊഡക്റ്റിൻ്റെ ആൾക്കാർ ഏറ്റവും കൂടുതൽ സംശയം ചോദിച്ചിരുന്നത്, ഇത് നമ്മൾ ബ്രഷ് ആയതുകൊണ്ട് ഇത് വാഷ് ചെയ്യുമ്പോൾ പോറുമെന്നാണ് വണ്ടി. പക്ഷേ ഇപ്പോഴത്തെ ഈ എക്സ്പീരിയൻസ്, 6 മാസത്തെ എക്സ്പീരിയൻസിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. 100% നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ദാറ്റ് വണ്ടി സ്ക്രാച്ച് ആവത്തില്ല. എൻ്റെ പേര് കുര്യൻ ജോർജ്. ഞാൻ KSEB റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാർ വാഷിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹെക്റ്റിക് ജോബ്. എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള, ബോറടിക്കുന്നൊരു ജോലിയാണ്. കട്ടിയാണ്, കുനിയണം, കൈയെല്ലാം വൃത്തികേടാക്കണം. എത്താത്തടത്ത് വലിയ ഉയരമുള്ള കാറാണെങ്കിൽ എത്താത്തടത്ത് പറ്റി കഴുകുക, സ്റ്റൂളിട്ട് കഴുകുക, അല്ലെങ്കിൽ ഫുട്ബോളിൽ നിന്നുകൊണ്ട് കഴുകുക വളരെ ബുദ്ധിമുട്ടും അപകടം വരെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഈസി ആയിട്ടൊന്ന് കാറ് കഴുകണം, അതിന് ഒരുപാട് സമയം എടുക്കുന്നതാണ്. വെള്ളം ഒരുപാട് വേണം, വൈദ്യുതി വേണം. ഇതൊക്കെ ഒന്ന് മെക്കനൈസ് ചെയ്താൽ. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് വൈദ്യുതി വേണ്ട, കൈ നനയ്ക്കേണ്ട, ഏത് ഉയരമുള്ള വണ്ടിയും കഴുകുക. അതുപോലെ വീൽ കപ്പ് ഇങ്ങനെയുള്ള താഴെയുള്ള ഭാഗങ്ങളും കഴുകുക. ഇങ്ങനെ കഴുകാൻ ഒക്കുന്ന ഒരു ടൂൾ ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഡിസൈൻ ചെയ്തതാണ് ഇപ്പോഴത്തെ EC കാർ വാഷ് എന്ന് പറഞ്ഞ സാധനം. ഇത് ഒരുപാട് കാർ വാഷ് ലോകത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട്, നമ്മുടെ രാജ്യത്ത് തന്നെ ഡെവലപ്പ് ചെയ്തുള്ളതുകൊണ്ട് ഇതിനൊരു പുതുമയില്ല. അല്ലെങ്കിൽ ഇതിന് എന്ത് അഡ്വാൻറ്റേജ് മറ്റ് കാർ വാഷേഴ്സ് ഉണ്ട് ധാരാളം ഉള്ളതുകൊണ്ട് എന്താ ഇതിന് അഡ്വാൻറ്റേജ് എന്ന് ചോദിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. എന്നാൽ ഒരു 4-5 മാസത്തിന് മുമ്പ് വന്ന ഒരു വീഡിയോയിൽ ആളുകൾ ഇത് കണ്ടിട്ട് അവർക്കിതിന് ഉപയോഗിക്കുന്ന വിധം ഞാൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ട് ഇത് പോറുമെന്നൊരു ഒരു എല്ലാവർക്കും ഒരു മുൻവിധിയുണ്ട്. പക്ഷേ ഇത് പോറത്തില്ല എന്നുള്ള കാര്യം ഞാനതിൽ പ്രൂവ് ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് ആവശ്യക്കാരും അതുപോലെ ഒരുപാട് വ്യൂവേഴ്സും വന്നു. അങ്ങനെ ഞാൻ 100 കണക്കിനുണ്ടാക്കി ആൾക്ക് കൊടുത്തു. അതിൽ 99% ആൾക്കാരും തൃപ്തരാണ്. എന്നാൽ 1-2 പേര്
മാത്രം ഇത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് തന്നെ ഒന്നുകൂടെ. അതായത് ഇത് ഉപയോഗിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളേ ഉള്ളൂ. ഹാൻഡ്ലിങ് തെറ്റാണെങ്കിൽ വളരെ ടഫായിരിക്കും, ശരിയായ ഫലം കിട്ടത്തുമില്ല. ആദ്യമായിട്ട് എന്നോട് ഒരു കംപ്ലൈൻ്റായിട്ട് പറഞ്ഞ ഒരാൾ, ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം പറഞ്ഞത് കൈ കഴിക്കുന്നു എന്നുള്ളതാണ്. അത് ഇങ്ങനെയാണ് അദ്ദേഹം, ഞാൻ ചെന്ന് വെരിഫൈ ചെയ്തപ്പോൾ അങ്ങനെ ഇങ്ങനെയാണ് പിടിക്കുന്നത്. നമ്മൾ കളിക്കുമ്പോൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട് കളിച്ചാൽ വല്ലതും നടക്കും. ശരിക്കും ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. അതെ, അപ്പോൾ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഒരു ലിവറേജും വരുന്നില്ല, വളരെ ഈസിയാണ്. 2, ഈ ഹോസ് 7.5 മീറ്റർ നീളമുള്ള ഹോസാണ്. അതായത് ഏറ്റവും വലിയ വണ്ടിയായ ഇനോവ വണ്ടി കഴുകത്തൊക്കെ ഉള്ള നീളത്തിലുണ്ട്. 2 വയസ്സൂടെ പോയി കഴുകുക. അപ്പോൾ ഈ 7.5 മീറ്റർ നീളമുള്ള ഹോസ് പല പ്രാവശ്യം കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് ഇത് പിരിയും, ചുറ്റി കിടക്കുന്ന സമയത്ത് ഇതിനകത്ത് പാല് തുറന്ന് നമ്മൾ വെള്ളം കയറ്റി കഴിഞ്ഞാൽ ഒരു ചുരുണ്ട് കൂടിയിട്ട് ഒരു വശത്ത് കുതുങ്ങും, വെള്ളത്തിൻ്റെ ഫ്ലോ നിൽക്കും, വലിയ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഹാൻഡിൽ നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് തന്നെത്താനും തങ്ങ് പിരിഞ്ഞു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ കൈ നിർത്താൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ടഫാണെന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ ഒരു ടഫ്നെസ്സും ഇല്ല. ഇതിൻ്റെ ഈ ഹോസ് നേരെ കിടക്കുകയാണെങ്കിൽ, ചുറ്റാതെ നേരെ കിടക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. എങ്ങോട്ടും തിരിഞ്ഞു പോകുന്നില്ല. ഇപ്പം ഇതിനെന്താ ചെയ്യേണ്ടത്? ഇത് ചെയ്യുന്നതിന് വേണ്ടി, നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ എല്ലാവർക്കും കൊടുത്തത്. ഈ 100 കണക്കിനെണ്ണം കൊടുത്തതിനകത്ത് എല്ലാത്തിനും സീബ്ര ലൈനുള്ള ഹോസാണ് ഉപയോഗിച്ചത്. സീബ്ര ലൈൻ കളർ പലതായിരിക്കും. ഇത് പച്ചയാണ്, അത് മഞ്ഞ ഇറക്കിയിട്ടുണ്ട്, ചുവപ്പ് ഇറക്കിയിട്ടുണ്ട്, ബ്ലൂ ഇറക്കിയിട്ടുണ്ട്. അതിനെല്ലാം ആണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി ഈ സീബ്ര ലൈൻ ഡിസൈൻ കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സീബ്ര ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് പിരിവുണ്ടോ, ചുറ്റിക്കിടക്കുകയാണോ, അതോ നേരെ കിടക്കുകയാണോ എന്ന് അറിയാൻ പറ്റും. ഇവിടെ തുടങ്ങുന്നൊരു സീബ്ര ലൈൻ, ഒറ്റ ഒരു ലൈൻ എടുത്ത് നോക്കുക. അതിങ്ങനെ വന്ന് അങ്ങേ അറ്റം വരെ മേളിൽ കൂടെ തന്നെ പോകുന്നെങ്കിൽ നേരെ കിടക്കുക. പക്ഷേ ഇവിടെ ഒന്ന് പിരിവുണ്ടെങ്കിൽ ഇത് മേളിൽ കൂടെ വന്ന് ചുറ്റി അടിയിൽ കൂടെ പോകും. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഇതൊന്ന് പിരിച്ചാൽ മതി. ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒന്ന് പിരിച്ചാൽ മതി. പിരിക്കുമ്പോഴത്തേക്ക് കറക്റ്റാകും. അങ്ങനെ അങ്ങേയറ്റം വരെ നോക്കി എവിടെയാണ് ഈ പിരിവുണ്ടെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒന്ന് പിരിച്ചാൽ മതി. പിരിച്ചു കഴിഞ്ഞാൽ അത് നേരെയാകും. ഇത് അവിടെ കണക്ഷൻ പൈപ്പിൽ കൊടുക്കുന്നതിന് മുമ്പും വേണം ചെയ്യാം. തറയിലോട്ട് ഇത് വെച്ചതിന് ശേഷം ആ അറ്റത്ത് പിടിച്ച് ചെയ്തിട്ട് റോയൽ യൂണിയൻ അവസാനം പിരിച്ചാൽ കയറ്റിയാൽ ഫ്രഷ് ചെയ്ത് കയറ്റിയാൽ മതി. അപ്പോൾ ഊരുന്നില്ലല്ലോ. അപ്പോൾ വെള്ളം ഇപ്പോൾ ഓൺ ചെയ്യാം. കോഴി കാഷ്ടം ഇരിക്കുകയായിരുന്നു, പോയി. അതിപ്പോൾ 3-4 പ്രാവശ്യം പിടിക്കേണ്ടതായിട്ട് കഴിഞ്ഞു കാഷ്ടം പോകാൻ. ഇപ്പം ഇടത് സൈഡ് മുഴുവൻ തീർത്തു, മേൽവശം തീർത്തു, ഇടത് വശം മുഴുവൻ തീർത്തു. അത് പവർ വാട്ടർ കൊടുത്തിട്ട് അല്ലെങ്കിൽ ജെറ്റ് വാട്ടർ കൊടുത്തിട്ട് മുഴുവൻ ക്ലീൻ ചെയ്ത് ഇനി അതിലൊന്നും ചെയ്യേണ്ട, തൊടുകയേ വേണ്ട. ഇനി ഫ്രണ്ട് കഴുകുകയാണ്. ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്, അത് മതി. ദേഹത്ത് തെറിക്കത്തിൻ്റെ വെള്ളം ലാഭിക്കാം. എൻ്റെ പേര് ജിനു, മാത്രയാണ് വീട്. ഞാൻ കുര്യൻ ഈസി കാർ വാഷ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. എനിക്ക് അത് വളരെ പ്രയോജനമായിട്ട് തോന്നി. ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ പലതും ഉപയോഗിച്ചു, പക്ഷെ അതൊന്നും അത്ര നല്ല രീതിയിൽ അല്ല എൻ്റെ കാര്യങ്ങൾ. ഇത് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്ന് മാത്രമല്ല, വളരെ കുറച്ച് മാത്രം വെള്ളം ഉപയോഗിക്കാം. വെള്ളം കൊണ്ട് കാർ വാഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്ര ഉയരമുള്ള വണ്ടിയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അത് വാഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് വളരെ ചിലവ് കുറവാണ്, നല്ല പ്രൊഡക്റ്റാണ്. എൻ്റെ അടുത്ത് ഇത് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഇത് പോറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അങ്ങനെയുള്ളൊരു മെറ്റീരിയൽ അല്ലത് ഒരു രീതിയിൽ പോലും. എൻ്റെ അനുഭവത്തിൽ ഞാനിപ്പോൾ ഒരു ഏകദേശം കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നു. ഇതുവരെ ഒരു സ്ക്രാച്ചോ ഒന്നും ഇത് വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു കുഴപ്പമില്ല. ഞാൻ അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ, പുനലൂർ പ്രാക്ടീസ് ചെയ്യുകയാണ്. കൈപ്പള്ളിൽ അസോസിയേറ്റ്സ് എന്ന ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. ശ്രീ കുര്യൻ ജോർജ് സാറിനെ എനിക്ക് അറിയാം. ഒരു 6-7 മാസം മുന്നേ അദ്ദേഹത്തിൻ്റെ ഈസി കാർ വാഷ് എന്നൊരു ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് ഞാൻ യൂട്യൂബിലും കണ്ടു, അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഞാൻ ആ ഈസി കാർ വാഷ് എന്ന ആ ഉപകരണം വാങ്ങി. ഒരു കാറ് കഴുകേണ്ട, ഒരു വെഹിക്കിൾ കഴുകേണ്ട രീതിയും കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കി. അത് വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ 2 വാഹനങ്ങൾ, ഒരു മാരുതി വാഗണാർ കാർ, ഒരു പുതിയ ഇന്നോവ ഹൈക്രോസ്, ഈ 2 വാഹനങ്ങളും അതുപയോഗിച്ച് ഞാൻ ഇപ്പോൾ കഴുകുന്നുണ്ട്. അതിന് മറ്റ് കാർ വാഷുകളെ ഉപയോഗിച്ച് അതിൻ്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ, 1 വെള്ളം കുറച്ച് മതി, ഉപയോഗിക്കുന്നത് കുറച്ച് മതി. 2 ഈ കാറിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ കാർ വാഷർ ഉപയോഗിച്ച് കഴുകാൻ പറ്റും. 2 വട്ടം കഴുകണ്ട. ആദ്യത്തെ 1 വട്ടം തന്നെ മാത്രം കഴുകി അതിൻ്റെ ടോപ്പും സൈഡും ഗ്ലാസും ഓപ്പോസിറ്റ് സൈഡും നമുക്ക് കഴുകാൻ പറ്റും. അതാണ് ഇതിനകത്ത് മറ്റൊരു വലിയ പ്രയോജനം.
ആദ്യകാലങ്ങളിൽ എനിക്കിത് പോറൽ വീഴുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ പോറലും ഉണ്ടാകത്തില്ല. ഒരു വളരെ ശാസ്ത്രീയമായി തയ്യാറാക്കിയ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. മാത്രമല്ല ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ധാരാളം എൻക്വയറീസ് വന്നു. എൻ്റെ സഹപ്രവർത്തനായ അഡ്വക്കേറ്റ് ഷൈയു ലൂക്കോസ് എന്നോട് ചോദിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ കുര്യൻ സാറിൻ്റെ നമ്പർ കൊടുത്തു. അദ്ദേഹം വാങ്ങിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കൊല്ലത്തെ പ്രശസ്തനായ അഡ്വക്കേറ്റ് ശ്രീ മോഹൻരാജ് സാറും ഈ കാർ വാഷ് ഉപയോഗിക്കുന്നതായിട്ട് എനിക്കറിയാം. എല്ലാവർക്കും ഈ കാർ വാഷിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. എക്കണോമിക്കലി എന്ന് പറയുമ്പോൾ കറണ്ട് ചാർജ് വേണ്ട, വലിയ വെള്ളം പോകേണ്ട കാര്യമില്ല, പിന്നെ കൃത്യമായി ഉപയോഗിക്കും, കയ്യിൽ വെള്ളം പറ്റത്തില്ല, അങ്ങനെയുള്ള ഒട്ടനവധി ഗുണങ്ങൾ ആ കാർ വാഷിനുണ്ട്. പിന്നെ സമയ ലാഭമുണ്ട്. ഒരു കാറ് സാധാരണഗതിയിൽ വാഷ് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് സമയം മതി ഈ കാർ വാഷ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ. അതാണ് ഈ കാർ വാഷിൽ എനിക്ക് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ ഭാഗത്തും കാർ വാഷ് കൊണ്ട് ചെല്ലാൻ പറ്റും. കൈ നമ്മുടെ ടയറിൻ്റെ ഭാഗമായാലും കാറിൻ്റെ അടിവശമായാലും എല്ലായിടത്തും നമുക്കിത് കൃത്യമായി ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രൈസും മിതമായ രീതിയിലാണ് അദ്ദേഹം ഈടാക്കുന്നത് എന്നാണ് എനിക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഉണ്ടാക്കിയ ഒരു കാർ വാഷിന് ഉണ്ടാകുന്ന പ്രൈസ് മാത്രമേ അദ്ദേഹം എടുക്കുന്നുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു.